ഇന്നത്തെ രാത്രി നീലക്കടുവകളുടേതായിരുന്നു. കൊല്ലത്തിന് ഒരു തരി പ്രതീക്ഷ പോലും ബാക്കി വെക്കാതെ കാര്യവട്ടത്ത് ഇന്ന് കണ്ടത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ സമഗ്രാധിപത്യം. തകർച്ചയോടെ തുടങ്ങിയ കൊച്ചി ഒടുക്കം കത്തിക്കയറുന്നതാണ് കാര്യവട്ടം കണ്ടത്. അടിപൊളി കളിയായിരുന്നു. അവർക്കറിയാൻ തോക്കുന്നത് പിന്നെ എന്തിനാ പ്രഷർ? കൊല്ലം അവര് മാക്സിമം ട്രൈ ചെയ്തു, എന്നാലും കുഴപ്പമില്ലാതെ കളിച്ചു. കൊച്ചിയുടെ കളി കൊള്ളായിരുന്നു. നല്ല ഓവറായിരുന്നു, നല്ല ബോളിംഗ് ആയിരുന്നു. കൊച്ചി സൂപ്പർ പൊളിച്ചു, അടിപൊളിയല്ലായിരുന്നോ? കൊച്ചി തൂക്കിയില്ലേ? 5 പന്തിൽ 1 റണ്ണെടുത്ത് വിപുൽ ശക്തി മടങ്ങിയപ്പോൾ ഒരറ്റത്തുനിന്ന് വെടിക്കെട്ട് തീർത്തത് വിനൂപ് മനോഹറാണ്. കളത്തിലെത്തിയ കൊച്ചി നായകൻ സാനി സാംസൺ പെട്ടെന്ന് വീണു. ഷാനു, നിഖിൽ, അജീഷ് എന്നിവർ ഒന്നിനു പുറകിൽ ഒന്നായി മടങ്ങി. കൊച്ചിയുടെ റണ്ണൊഴുക്ക് മന്ദഗതിയിലായി. വിക്കറ്റുകൾ വീണ് മൈതാനത്ത് നീലക്കടുവകളുടെ ഗർജനം നിലച്ചു എന്ന് കരുതിയപ്പോഴാണ് ആൽഫിയുടെ ബാറ്റിൽ നിന്ന് റൺമഴ പെയ്ത്. സഞ്ജു ഇല്ലാതിട്ട് പോലും ആ ടീം അത്രയും ബെറ്ററായിട്ട് കയറി വന്നിട്ടുണ്ട്. കളി നല്ല സൂപ്പറായിരുന്നു. കൊച്ചി തൂക്കി, അടിപൊളി. സഞ്ജുവിന്റെ കുറവുണ്ട്. നീ സഞ്ജു ചേട്ടായി അടുത്ത ഇതിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഞ്ജു സാംസണിന്റെ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്നും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ കോച്ച് റൈഫി വിൻസെന്റ് ഗോമസ്. റോൾസ് കൃത്യമായിട്ട് നമ്മളെ ടീമിൽ ഓരോരുത്തരെ എടുക്കുമ്പോഴേക്കും ഞങ്ങൾക്കൊരു മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ന പ്ലേയേഴ്സിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് അവരെ റോൾ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലത്തെ പ്ലേയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. അവരാദ്യം ടീമിലേക്ക് എടുത്തു. പിന്നെ അവർക്ക് കളിക്കാൻ സാധ്യതയുള്ള റോൾ നമ്മുടെ ക്യാമ്പിൽ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊടുത്തു. പിന്നെ മെൻ്റലി ഈ പറഞ്ഞ പോലെ മനസ്സിനും മൈൻഡിനും വേണ്ട ഒരു ടെമ്പർമെൻറ്റ് അത് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ് തീർച്ചയായിട്ടും പടിപടിയായിട്ട് ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കപ്പിലേക്ക് വരാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗിലിറങ്ങിയ കൊല്ലത്തിന്റെ താരങ്ങളെ ക്രീസിൽ നിലയുറപ്പിക്കാൻ കൊച്ചിയുടെ ബൗളർമാർ അനുവദിച്ചില്ല. നിർണായക പ്രകടനമാണ് കൊച്ചിക്കായി ആലപ്പുഴക്കാരൻ ജെറിൻ PS കാഴ്ചവെച്ചത്. വിഷ്ണു വിനോദിന്റെയും MS അഖിലിന്റെയും ഉൾപ്പെടെ 3 നിർണായക വിക്കറ്റുകളാണ് ജെറിൻ സ്വന്തമാക്കിയത്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ കൊല്ലം ഈ സീസണിൽ റണ്ണേഴ്സ് അപ്പായി മടങ്ങിയതിൽ ആരാധകർക്ക് കടുത്ത നിരാശയാണ്. ഒരു തോറ്റു. നല്ല കളിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടീം തോറ്റുപോയി. സാരമില്ല, എന്നാലും നമ്മൾ രണ്ടാമത്തെ വർഷമാണ് ഫൈനലിൽ വരുന്നത്. നല്ല കളിയായിരുന്നു. കൊല്ലത്തിന് വേണ്ടി വിക്കറ്റുകൾ എറിഞ്ഞിട്ട അമലിനും വിജയ്ക്കും പറയാനുള്ളത് ഇതാണ്. നന്നായിട്ട് കളിക്കാൻ പറ്റി, ടീം നന്നായിട്ട് ബാക്ക് ചെയ്തു, എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഇന്നത്തെ ദിവസം നമ്മളല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അടുത്ത വർഷം നമ്മൾ കട്ടയ്ക്ക് വരും. നമ്മൾ മാക്സിമം കഴിഞ്ഞ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ എവിടേക്കോ കുറച്ചൊരു ലക്ക് ഫാക്ടർ അവർക്കുണ്ടായിരുന്നു. കുറച്ച് നന്നായിട്ട് ഗെയിം അവർ കുറച്ച് കളിച്ചു. നല്ല ഫൈനൽ തന്നെയായിരുന്നു. പുതിയ താരോദയങ്ങളെ കണ്ടു, വാശിയേറിയ മത്സരങ്ങളും കണ്ടു. അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് പരിസമാപ്തി. ഇനി അടുത്ത സീസണിനായുള്ള കാത്തിരിപ്പ്. ടീം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.